അപ്പോൾ നമ്മുടെ അച്ഛൻ്റെ കാറിലാണ് നമ്മളിന്ന് മൂകാംബികയ്ക്ക് പോകുന്നത്. നമ്മുടെ അച്ഛനുണ്ട്, അച്ഛനുണ്ട്, അണ്ണമാമനുണ്ട്. അവൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല, എന്നെ കാണിക്കണ്ട, എന്നെ മുഖത്ത് കുരുവുള്ള ഇടിക്കുക. സെറ്റപ്പ് ഇതാണ് ഞങ്ങളുടെ കുളിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. സൗവർണിയെ കൊണ്ട് വേണം കുളിപ്പിക്കാൻ. ഇപ്പം ഞങ്ങളിപ്പം എറണാകുളം ആയിരിക്കുവാണ്. നല്ല മഴയാണ്. എറണാകുളം കയറിയപ്പോൾ തൊട്ട് നല്ല മഴയാണ്. ഇനി അങ്ങോട്ട് മഴ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ലായിരുന്നു. പക്ഷേ നല്ല മഴ, പക്ഷെ ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ നല്ല ഇടിച്ചു കുത്തിയുള്ള മഴയായിരുന്നു എറണാകുളത്ത് കയറിയപ്പോൾ. അച്ഛനാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാപ്പി ആയിരുന്നു എല്ലാവരും വണ്ടി അവിടെ നിന്ന് എടുത്തപ്പോൾ. പിന്നെ ഈ മഴയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ചതിച്ചത്. അങ്ങോട്ട് ഇനി മഴ ഉണ്ടോ ഇല്ലയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ഞങ്ങൾ മൂകാംബിക ലക്ഷ്യമാക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ അത്താണി കഴിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട്. മഴ എന്നിട്ടും കുറയുന്നില്ല. നല്ല കടുത്ത മഴയായിരുന്നു. അച്ഛനാണ് വണ്ടി ഓടിക്കുന്നത്. ഞാൻ ഫ്രണ്ടിൽ വന്നിരുന്നു. ബാക്കിലായിരുന്നു ആദ്യം ഇരുന്നായിരുന്നു, പിന്നെ ഫ്രണ്ടിൽ വന്നിരുന്നു. നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴയാണ്. നമ്മളങ്ങനെ ടോളിൻ്റെ അവിടെ എത്തി. ചായ കുടിക്കാനായിട്ട് നിർത്തിയതാണ്. ചെറുക്കനൂടെ കിടപ്പുണ്ട്. ചായ കുടിക്കാൻ മഴയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. വലിയ മുതലാളി അടയ്ക്കുന്നു. ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പം തൃശ്ശൂരിന് ഇച്ചിരി കൂടെ ഓടാനുണ്ട്. രാത്രിയായി. ഇപ്പോൾ ഞങ്ങളെല്ലാം മൂകാംബിക ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവിടെ വെളുപ്പിനെ ചെല്ലത്തുള്ളൂ എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. രാവിലെ ചെല്ലത്തുള്ളൂ. ഞങ്ങൾ വീട്ടിൽ നിന്ന് 4 മണിക്ക് ഇറങ്ങിയതാണ്. ഇനി വെളുപ്പിനെ ചെല്ലത്തുള്ളൂ എന്ന് ഉറപ്പാണ്. നല്ല മഴയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത മഴ, ഒന്നും കാണാൻ പറ്റത്തില്ല. അതുപോലെ കോട ഉണ്ടായിരുന്നു. കോട ആയിട്ട് ഞങ്ങൾ രാത്രി വെച്ചിറക്കിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിത്തെ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ വെച്ച് വിടുകയാണ്. ഞങ്ങൾ വലുതായിട്ടൊന്നും വെയിറ്റ് ചെയ്യുന്നൊന്നുമില്ല. എല്ലായിടത്തും കയറി പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാനായാലും ചായ കുടിക്കാനായാലും പെട്ടെന്ന് തന്നെ ഞങ്ങൾ കുടിച്ച് ഞങ്ങൾ ഇറങ്ങി. ഇച്ചിരി നേരം കിടന്നുറങ്ങട്ടെ, അപ്പം നമുക്ക് രാവിലെ കാണാം. അങ്ങനെ നേരം വെളുത്തപ്പം അച്ഛന് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അച്ഛനും പാട്ടൊക്കെ ഇട്ട് അങ്ങനെ ഫ്രണ്ടോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ആയിട്ടും മഴയ്ക്കൊരു ഇതുമില്ല. മണി ഏതാണ്ട് 6:30 പരുവായിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നല്ല ക്ഷീണമായിപ്പോയി. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഞാൻ കുറച്ച് നേരം കണ്ണു തുറന്നിരുന്നു. എന്നിട്ട് ഞാൻ മാറിക്കിടന്നുറങ്ങി. 4 പേർക്ക് കൊണ്ടുപോകാണ്ട് നമ്മൾ 5 പേരാണ് ഈ വണ്ടിയിൽ പോയത്. അതുകൊണ്ട് ഭയങ്കര ക്ഷീണമായിപ്പോയി. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ വലിയൊരു അമ്പലമാണത്. പോകുന്ന വഴിക്ക് വലിയ വലിയ അമ്പലങ്ങൾ കാണാം. ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോൾ ഗേറ്റ് എത്തും. എന്നാലും മഴയാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ചതിച്ചത്. ലാസ്റ്റ് ടോൾ ഗേറ്റ് ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ടോട്ട് പോയിട്ടൊരു ചായയൊക്കെ പോകാമെന്ന് ഞങ്ങൾ അപ്പോൾ നമുക്ക് കാട്ടിലൂടെ കുന്താര കഴിഞ്ഞിട്ട് റൈറ്റിലോട്ട് തിരിയുമ്പോ കുറച്ചുകൂടെ ഇനി ഓടിക്കഴിഞ്ഞാൽ എത്തുന്നതായിരിക്കും. ഈ വണ്ടി നമ്മൾ 50 വില കയറ്റിയിട്ടില്ല. അച്ചുവൻ്റെ കാറാണ്. 50 കയറ്റാത്ത അച്ചുവണ്ണൻ വെച്ചലക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് രാവിലെ തന്നെ അവിടെ എത്തണം. എന്നാലേ ഒരു ദിവസം അവിടെ സ്റ്റേ എടുത്ത് പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഇവിടെ വരണം. പിറ്റേ ദിവസം രാത്രി തന്നെ ഇവിടെ എത്തണം. ഇല്ലെങ്കിൽ എല്ലാ കണക്കൂട്ടുകളും പാളും എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുന്നോട്ട്. എന്നുവെച്ചാൽ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾക്ക് ഓട്ടവും കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് വീടുകളും വണ്ടികളുടെ തിരക്ക്. ചായ കുടിക്കാൻ നിർത്തിയപ്പോഴാണ് മൂകാംബിക കൊല്ലൂർ അമ്പലത്തിലോട്ടുള്ള ദർശന വഴി. ഞങ്ങളിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇനി എല്ലാവരെയും ക്ഷീണത്തിലാണ്. ചെറുക്കൻ ഓടിച്ചു കുഴഞ്ഞു. ചെറുക്കനാണ് ഇത്ര നേരം ഓടി പുറത്ത് പോയി ചായ കുടിച്ചോണ്ടിരിക്കുന്നപ്പോൾ കറുത്ത മറുകൊണ്ടെന്ന് കിടക്കട്ടെന്നും പറഞ്ഞു കിടക്കുന്നുണ്ട്. അച്ചുവണ്ണുണ്ട്. അത് കഴിഞ്ഞ് ഓടിച്ചത് അച്ചുവണ്ണാണ്. അച്ചുവണ്ണ ഒരു തുള്ളി കിലോമീറ്റർ നോക്കുവാണ്. കണ്ണമാവൻ കണ്ണടച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് എത്തിയാൽ മതി എന്നാണ് കണ്ണമാവന്റെ ചിന്ത. അങ്ങനെ ഞങ്ങള് കാട് പ്രവേശിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാട്ടിൽ ആനയുണ്ട്, പുലിയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. വേറെ കണ്ടിട്ടില്ല ഒന്നും. കാണും എന്നൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അവിടെ എത്തണം. കണ്ണമാവന് പ്രശ്നങ്ങൾ ഗുരുതരമാണ് എന്നാണ് കണ്ണമാവൻ പറഞ്ഞത്. അപ്പം ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അണ്ണൻ കാട് ഇതൊക്കെ പയ്യാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് വെച്ചലക്കുന്ന കാണാം, ചില സമയത്ത് പയ്യെ പോകും. ആനയുണ്ട് പുലിയുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ആളൊന്ന് പയ്യെന്ന് വലിഞ്ഞതാണ്. ഇനി നമുക്ക് പുറത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ക്യാമറ ഞാൻ പുറത്തോട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. കുറച്ചുകൂടെ ഓടിയിട്ട് നമുക്ക് ഗ്ലാസ് താത്താം എന്നാണ് കണ്ണമാവൻ പറഞ്ഞത്. ഇച്ചിരി നേരം കൂടെ AC കൊള്ളട്ടെ. പിന്നെ അതുമല്ല മഴ, അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ചതിച്ചത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഒന്നും മഴയില്ലായിരുന്നു. എറണാകുളം ആയപ്പോൾ നല്ല ഇടിച്ചു കുത്തിയുള്ള മഴയായിരുന്നു. അവിടുന്ന് മൂകാംബിക അമ്പലം വരെ നല്ല മഴ കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇപ്പോൾ ഇതേ അവിടെ കയറിയപ്പോഴും മഴയാണ്. ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം കാടാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീടും ഇതൊക്കെ നമുക്ക് കാണാം. ഇപ്പം എത്താറായിട്ടുണ്ട്. ഇനി ഏതാണ്ട് ഒരു 10-20 കിലോമീറ്റർ കൂടെ ഓടിക്കഴിഞ്ഞാൽ നമ്മളവിടെ ചെല്ലും. ഞാൻ പറഞ്ഞില്ലായിരുന്നു അങ്ങനെ അച്ഛനെ ഒന്ന് ചോദിക്കായിരുന്നു. നല്ല ക്ലൈമറ്റ് എത്താറായിട്ടുണ്ട്. ഇനി ഇച്ചിരി കൂടെ ഓടിയാൽ മതി, അമ്പലം എത്താറാവും. അമ്പലമല്ല, നമ്മുടെ എൻട്രി ചെയ്യുന്ന ഈ ഒരു വളവ് കഴിഞ്ഞ് ഈ രണ്ടു വളം കൂടെ കാണണം എന്നാണ് പ്രതീക്ഷ. വരുന്നുണ്ട് രാവിലെ തോന്നുന്നു.
ഇപ്പോൾ ഈ കാണുന്ന ഒരു വളവ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എൻട്രി ആയി. അവിടുന്ന് പിന്നെ ഏതാണ്ട് 5-6 കിലോമീറ്റർ ഉള്ളൂ. ഇതാണ് എല്ലാവരും ഫോട്ടോ എടുക്കുന്ന മൂകാംബികയുടെ ആ ആർച്ച്. അപ്പം ഞങ്ങൾ ഇവിടെ ഇറങ്ങി ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് കരുതി ഫോണൊന്നും അതിൻ്റെ ചിരിയാണ് ചെറുക്കൻ കുത്തിയിരുന്ന് മൂകാംബികയുടെ കൺമുകളോട് ഇന്ന് വണ്ടിയുടെ ഫോട്ടോ. ഇതാണ് റൂമും കൊള്ളാം. അത്യാവശ്യം ഒരു 5 പേർക്ക് കിടക്കാം. ബാത്റൂമും കൊള്ളാം. ഇപ്പം അച്ചോണ്ണം കയറുകൊണ്ട് പിന്നെ ഇനി എൻ്റെ കൊള്ളാമോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നോക്കണം. ഇപ്പോൾ ഭയങ്കരമായി തൊഴാൻ വേണ്ടി ഇറങ്ങിയാണ്. രാവിലെ തൊഴാൻ പോയായിരുന്നു. അപ്പം ഇവിടെ ക്യാമറ അലോടെ എല്ലാം കാണിച്ചു. ഇപ്പം ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള പുഴ. ഇവിടെയാണ് നമ്മൾ താമസ ഹോട്ടൽ ലോഡ്ജ്. അപ്പം അവർ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവരിവിടെ വന്നിട്ട് പോകാൻ നിൽക്കും. ഇവിടെ കണ്ണമ്മനുണ്ട്, റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇതാണ് അമ്പലം. തൊട്ടടുത്ത് തന്നെയായിരുന്നു നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പം അവർ വരട്ടെ എന്നും പറഞ്ഞ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മഴയാണ്, നല്ല കുത്തി ഒലിച്ചാണ് നമ്മുടെ പുഴ ഒഴുകുന്നത്. ചാമണം വന്ന് അച്ചുവണ്ണം വന്ന് ഞങ്ങൾ മുന്നോട്ട് ആ പാല ഇറങ്ങിച്ചിട്ടുന്ന അമ്പലത്തിൻ്റെ അമ്പലത്തിലാണ്. ഞാനിപ്പോൾ ഡബ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതിനകത്ത് പല തെളിവ് വരും, അതൊന്നും നിങ്ങൾക്ക് എത്തിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡബ് ചെയ്തത് ഇത്ര നേരം. അത് ശരിയായിട്ടുള്ളൂ എന്ന് കരുതി. അപ്പം ഞങ്ങളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ പുഴ. നല്ല വെള്ളം ഞങ്ങൾ രാവിലെ നോക്കിയപ്പോൾ വെള്ളക്കുറവായിരുന്നു. ഇപ്പോൾ നല്ല വെള്ളം കുത്തിയൊലിക്കുകയാണ്. അത് ഈ സ്റ്റെപ്പ് കൂടെ കയറിക്കും പടം. ചെരുപ്പ് സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ ഇവിടെ അടിച്ചു. അടുത്ത എല്ലാവരും വരുന്നവരെല്ലാവരും അതുകൊണ്ട് നമ്മൾ പൈസ മുടക്കി തന്നെ ചെരുപ്പ് വെക്കാനായിട്ട് നമ്മൾ ഫ്രണ്ടോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിൻ്റെ വാതിക്കൽ തന്നെ ഉണ്ട്, അമ്പലത്തിൻ്റെ സൈഡിലുണ്ട്. ഇവിടെ ഒത്തിരി തവണ ഞങ്ങൾ വന്നിട്ടുണ്ട്, ഓട്ടം തന്നെ വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് അപ്പോഴൊന്നും തൊഴാൻ പറ്റിയില്ല. ഇപ്പോഴാണ് നമുക്കൊന്ന് തൊഴാൻ പറ്റിയത്. രാവിലെ നല്ല വ്യൂ ആയിരുന്നു. വൈകിട്ട് എന്താകുമെന്ന് നമുക്ക് അറിയത്തില്ല. ഞങ്ങൾ ചെരുപ്പ് ഓരോരുത്തരുടെ ചെരുപ്പ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇല്ല ഒരെണ്ണം വേറെ വെച്ച്, ഒരെണ്ണം മാറിപ്പോയി. ആ ഓക്കെ അതെടുത്ത് എന്തോ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. പറഞ്ഞിട്ടുണ്ടോ അവൻ അതിൻ്റെ പുറകെ അച്ചു എൻ്റെ അച്ഛന്മാർ പോകും.
ഇനി അകത്തല്ല, ഇതാണ് അമ്പലത്തിൻ്റെ അകത്ത്. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ആൾക്കാണ് നമ്മൾ വീഡിയോ എടുത്തത്. ഇതാണ് നമ്മൾ ആഗ്രഹം കഴിയാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് വഴി വളർത്തും. രാവിലെ ഓട്ടം ഉണ്ട്, വരും വെളുപ്പിന് തന്നെ നമ്മൾ എത്തണം. ഓരോരുത്തർക്കും ആവുന്ന ഓട്ടമുണ്ട്. പിന്നെ കണ്ണുമോൻ ഓട്ടമുണ്ട്, എത്തുന്ന ഓട്ടമുണ്ട്, എല്ലാവർക്കും ഓട്ടമുണ്ട്. രാത്രി ഓടിച്ചെടുക്കണം. കണ്ണുമോൻ ബൈക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അടുത്ത് ബ്രൈറ്റ്നസ് കുറേ തന്നെ ഇറങ്ങി വരണം. അതാണ് ഈ ഫോണിൻ്റെ പ്രത്യേകത. നല്ല കോട കാണാൻ പറ്റും, കാറ്റിലൂടെ വരാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഉടുപ്പി മൽപ്പെ നേരെ മംഗലാപുരം ബോർഡർ എത്തി. ഇവിടെ കൊണ്ട് നമ്മുടെ നിർത്തിയാണ്.